പോലെ പോറ്റു വളർത്തിയ തന്റെ മുലപ്പാല് നുകർന്നു കൊടുത്ത ആ പിഞ്ചു പൈതലിനെ തന്റെ സ്വന്തം മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അവരുടെ മനസ്സകങ്ങളിൽ മിന്നിമായുകയാണ് ആ കുട്ടിയെ കുറിച്ച്. 3-ാം മാസത്തിൽ എഴുന്നേറ്റു നിന്ന കുട്ടി, 5-ാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി, 9-ാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി. എല്ലാം അസാധാരണമാണ്. വിശന്നാലും ദാഹിച്ചാലും പരാതി പറയില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും, വാശിയില്ല, വഴക്കില്ല. ഇതൊക്കെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു. വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടുവരാം. ആ കുടുംബം അങ്ങനെ ആ തീരുമാനത്തിലെത്തി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് ആമിന ബീവിയുടെ സമീപത്തെത്തി. ഉമ്മ മകനെ കണ്ടു കെട്ടിപ്പിടിച്ചു. മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി. ഹലീമ റളിയല്ലാഹു അൻഹാക്ക് മോന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. ഞാൻ പോട്ട മോനെ, ഈ ഉമ്മയെ മറക്കരുത് മോനെ. ഹലീമ റളിയല്ലാഹു അൻഹാക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല. ഹലീമ റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഉമ്മയും മകനും ഒരു മുറിയിൽ താമസിക്കുകയാണ്. അവർക്കൊരു സ്വകാര്യ ലോകമാണ്. ഉമ്മ മോനോട് ഏറെ നേരം സംസാരിക്കും, മോൻ ഉമ്മയോടും സംസാരിക്കും. ഉമ്മ ചിന്തിച്ചു, എത്ര വ്യക്തമായി സംസാരിക്കുന്നു എന്റെ പൊന്നുമോൻ, ശുദ്ധമായ അറബി ഭാഷയിൽ. മോന്റെ അംഗചലനങ്ങൾക്ക് എന്തൊരു ഭംഗിയാണ്. സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരികയാണ്. അത് കാണുമ്പോൾ മാതൃഹൃദയം ത്രസിച്ചു. അബ്ദുൽ മുത്തലിബ് മോനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. കഅബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായി. ഒരു ദിവസം ആമിന ബീബി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോടൊരു കാര്യം പറഞ്ഞു. എനിക്കും മോനും കൂടി ഒന്ന് യസ്രിബിൽ പോകണം. ആമിന ബീവിയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി. ദുഃഖ ചിന്തകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുകയാണ്. യസ്രിബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം. ആ ഖബർ സന്ദർശിക്കാനാണ്, പ്രിയപ്പെട്ടവനെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ആവശ്യം അതാണ്. ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും. ആമിന റളിയല്ലാഹു അൻഹ വേദനിക്കും. ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല. മോൻ ഇതുവരെ യസ്രിബിൽ പോയിട്ടില്ല. മോനെയും കൊണ്ട് യസ്രിബിൽ പോകാൻ ആമിന റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നു. പോയി വരട്ടെ, അതാണ് നല്ലത്. കാഫില പോകുമ്പോൾ കൂടെ വിടാം. നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം. വീട്ടിൽ തന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒട്ടകക്കാരുമുണ്ട്. ആമിന, നീ വിഷമിക്കേണ്ട, യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്യാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ആമിന ബീവിക്ക് സമാധാനമായി. മോനെ, നമുക്ക് യസ്രിബിൽ പോകണം, ഉമ്മ മോനോട് പറഞ്ഞു. മോൻ ചോദിച്ചു, എന്തിനാണുമ്മ അവിടെ പോകുന്നത്? ഉമ്മ ബാപ്പയുടെയും അവിടെയുള്ള യസ്രിബിലുള്ള കുടുംബക്കാരുടെയെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു. യസ്രിബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമെന്നോ. അവർ കാത്തിരിക്കുകയാവും. മോന് സന്തോഷമായി. കാണാത്ത വീട്, കാണാത്ത നാട്, കാണാത്ത ബന്ധുക്കൾ. മോനിപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു അടിമ പെൺകുട്ടി. പേര് ഉമ്മു ഐമൻ എന്നാണ്. നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം. ഉമ്മ പറഞ്ഞു. മോന് അതിയായ സന്തോഷമായി. മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഉമ്മു ഐമനും പങ്കുചേർന്നു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്തൊരു സ്നേഹമാണ്. എപ്പോഴും കൂടെ നടക്കും. ഭക്ഷണം കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, കുളിപ്പിക്കും, കിടത്തിയുറുക്കും. എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും അല്ലേ. അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാത്ത അടുത്തുപോയി. പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. എപ്പോഴും കുട്ടി സമീപത്തു വേണം അബ്ദുൽ മുത്തലിബിന്. എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഇങ്ങെത്തും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയാണ്. യസ്രിബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല. ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം. എന്നാലും പോയി വരട്ടെ, ദുഃഖം സഹിക്കാം. യാത്രയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കം തുടങ്ങി. കാത്തിരുന്ന ദിനം പുലർന്നു. ഒട്ടകവും ഒട്ടകക്കാരും തയ്യാറായി. അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. വേദനയോടെ യാത്ര പറഞ്ഞു. ഉപ്പൂപ്പായെ പിരിയാൻ മോനും വിഷമം തന്നെയാണ്. ഞങ്ങൾ പോയി വരട്ടെ. ആമിന ബീവി റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് മുന്നോട്ട് നീങ്ങി. എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു. എല്ലാവരുടെയും ചിന്തകൾ 6 വർഷങ്ങൾക്കപ്പുറത്തേക്ക് കടന്നുപോയി. കച്ചവടത്തിന് പോയ അബ്ദുള്ള യസ്രിബിൽ വെച്ചുണ്ടായ മരണം. ആ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സ്വന്തം മകനും ഭാര്യയും പുറപ്പെട്ടിരിക്കുകയാണ്. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല.
മാതാവിനോടൊപ്പമുള്ള യാത്ര. അങ്ങനെ ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി. യാത്രക്കാർ യസ്രിബിലെത്തി. ബനു നജ്ജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വട്ട് നിന്നുപോയി. അവർക്ക് സന്തോഷം അടക്കാനായില്ല. 6 വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകൻ ഉമ്മയുടെ മുഖത്തെ കുറ്റുനോക്കുകയാണ്. വെളുത്ത മുഖം വാടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുകയാണ്. ആമിന, നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗം ഇങ്ങെത്തും. എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയാളിതാ ഇവിടെ വരെ എത്തിയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരനിതാ കിടക്കുന്നു ഈ ഖബറിൽ. നിയന്ത്രണം വിട്ടുപോയി ആമിന ബീവിയുടെ. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കവളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പൊന്നു മോനും കഴിയുന്നില്ല. മോനും കരയുകയാണ്. ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുകയാണ്. വിരഹവേദന അറിയുകയാണ്. കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞു. ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി. കണ്ണീർ കണങ്ങൾക്കും നെടുവൂർപ്പുകൾക്കും ആ ഉമ്മു ഐമൻ എന്ന അടിമ പെൺകുടി സാക്ഷിയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം. 6 വയസ്സുകാരൻ ഓടി ഓടി നടന്നു കാണുകയാണ്. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൾത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈകാലുകൾ എല്ലാം എത്ര അഴകായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്രയോ വ്യത്യസ്തം. ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു. സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ റസൂലുള്ളാഹി